ഫ്രീ ബീസ് പ്രഖ്യാപിച്ചാൽ വോട്ട് കിട്ടുമോ? ഒരു സർക്കാർ എത്ര ജനപ്രീതി കുറഞ്ഞതാണെങ്കിലും ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുമോ? എങ്കിൽ എല്ലാ സർക്കാരുകൾക്കും ഈ വഴി പിന്തുടർന്ന് ഭരണം ഉറപ്പിച്ചുകൂടെ? ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് ഭരണത്തുടർച്ചയുണ്ടാക്കിയ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. സൗജന്യ വൈദ്യുതിയും സൗജന്യ യാത്രയും പ്രഖ്യാപിച്ച ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന് 2020 ലഭിച്ച ഭരണത്തുടർച്ച ഉദാഹരണം. കോവിഡ് കാലത്ത് സൗജന്യ കിറ്റ് വിതരണം പ്രഖ്യാപിച്ച പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തുടർച്ചയുണ്ടായി. കോവിഡ് പ്രതിരോധത്തിൽ പ്രശംസ നേടിയ സർക്കാരിനാണ് കേരളത്തിൽ ജനങ്ങൾ ഭരണത്തുടർച്ച നൽകിയത്. എന്നാൽ കോവിഡ് പ്രതിരോധത്തിൽ വൻ വീഴ്ച നേരിട്ട യുപിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനും ജനം ഭരണത്തുടർച്ച നൽകി. സൗജന്യ റേഷനും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും സൗജന്യ യാത്രയുമാണ് യോഗി പ്രഖ്യാപിച്ചത്. സീറ്റ് കുറഞ്ഞെങ്കിലും ഭരണത്തുടർച്ചയുണ്ടായി. 2023 മധ്യപ്രദേശിലും ബേട്ടി ബഹന യോജന വഴി BJP ഭരണത്തുടർച്ച ഉറപ്പാക്കി. 2024 മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു. അതുവഴി ഭരണത്തുടർച്ചയുണ്ടായി. ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഫ്രീ ബീസ് പ്രഖ്യാപിച്ചിട്ടും പച്ച പിടിക്കാതെ പോയ ചില സർക്കാരുകളെ നോക്കാം. 2022 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പഞ്ചാബിൽ പ്രഖ്യാപിച്ചത് വൻ ജനക്ഷേമ പദ്ധതികളാണ്. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ, സൗജന്യ കുടിവെള്ളം. 17,000 കോടി രൂപയാണ് 2021 ബജറ്റിൽ കോൺഗ്രസ് സർക്കാർ വകയിരുത്തിയത്. പിറ്റേ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ ജനം കോൺഗ്രസിന് നാണം കെട്ട തോൽവിയാണ് സമ്മാനിച്ചത്. അതുവരെ ദുർബലരായിരുന്ന ആം ആദ്മി പാർട്ടിയെ ജനം തെരഞ്ഞെടുത്തു. 77 സീറ്റിൽ നിന്ന് കോൺഗ്രസ് കേവലം 25 സീറ്റിലേക്ക് ഒതുങ്ങി. 1500 രൂപ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ തള്ളി 1000 രൂപ വാഗ്ദാനം ചെയ്ത ആം ആദ്മി പാർട്ടിയാണ് ജനം തെരഞ്ഞെടുത്തത്. 2023 രാജസ്ഥാൻ സർക്കാരിനും ഇതേ ഗതി നേരിട്ടു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പഴയ പെൻഷൻ സ്കീം, 100 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് വഴി 25 ലക്ഷം രൂപയുടെ കവറേജ്. ഇങ്ങനെ 15,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് അശോക് ഗെഹ്ലോട്ട് നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഗെഹ്ലോട്ടിന്റെ ഫ്രീ ബീസ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തി. ഫ്രീ ബീസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ സുപ്രീം കോടതിയും സമീപിച്ചു. അശോക് ഗെഹ്ലോട്ട് പക്ഷേ പദ്ധതി നടപ്പാക്കി. എന്നാലും തോൽവിയായിരുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഛത്തീസ്ഗഡിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. നെല്ലിന് ക്വിൻ്റലിന് 3100 രൂപ ബോണസ് പ്രഖ്യാപിച്ചു. 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകി. ഭൂരഹിതർക്ക് പ്രതിവർഷം 6000 രൂപ, 2500 രൂപ തൊഴിലില്ലായ്മ വേതനം. ഇതിനായി 10,000 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. പക്ഷേ ഭൂപേഷ് ബഘേലിന് കിട്ടിയത് തോൽവിയാണ്.